അവസാനമായിട്ട് 10 പൈസ ഇല്ല. അതിൻ്റെ ഇടയിൽ ഈ വണ്ടി പറയടാ. എടാ ഫണ്ട് വല്ലതുണ്ടാ മറിക്കാൻ? വണ്ടി പണിയെന്നടാ, വഴി കിടക്കുക. ഇല്ലടാ, ഞാൻ ഹോസ്പിറ്റലാ. അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റൽ വന്നാ ഒരു 35,000 ബില്ല് വന്നിട്ടുണ്ടാ. അതെങ്ങനെ അടയ്ക്കുമെന്ന് അറിയത്തില്ല, അതിന് ഒപ്പിക്കണം. നീ നോക്ക്, ഒന്ന് മറിക്കാൻ പറ്റുമോ നോക്ക്. നിനക്ക് സാലറി കിട്ടിയില്ലേ? നിനക്ക് എൻ്റെ മാസ ശമ്പളമൊക്കെ തീർന്ന്. ആണോ? ഇല്ലടാ, എൻ്റെ ഇല്ല. ശരി. എന്തുപറ്റി? സന്തോഷ വാർത്ത ഉണ്ടല്ലയാ, ജോലി പോയി. ജോലി പോയോ? ജോലി പോയി. രാജേട്ടാ, മാം വിളിക്കുന്നുണ്ട്, ഒന്ന് ക്യാബിനിലോട്ട് ചെല്ലോ. അതാ വരും. മാഡം. എസ് രാജേഷ്, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ, രാജേഷിന് അറിയായിരിക്കും, ഇപ്പോൾ ഈ എയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം വന്നിരിക്കുന്നൊരു സാഹചര്യമാണിത്. നമ്മുടെ കമ്പനിയും അതിൻ്റെ ചില പുതിയ സംവിധാനങ്ങൾ പരീക്ഷിച്ചു വരികയാണ്. ഇത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. മനസ്സിലാവുന്നില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോ എഡിറ്റിംഗ് വിഭാഗത്തിലും ഈ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നിർഭാഗ്യവശാൽ പുതിയ സോഫ്റ്റ്വെയറുകൾക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പല ജോലികളും വളരെ വേഗത്തിലും കൃത്യതയോടെ ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് വി നീഡ് ടു ലെറ്റ് യു ഗോ. എൻ്റെ ഭാഗത്തുണ്ടല്ലേ തെറ്റ്? കാലത്തിനകത്ത് ഞാനും അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന്. വീട്ടു ചിലവ്, മക്കളെ ഫീസ്, പോരാത്തതിന് കടവും കൂടെ അല്ലേ. എന്ത് ചെയ്യണമെന്ന് ഒരൊത്തും പിടിയില്ല അളിയ. ജീവിതം പ്രവചനാതീതമാണ്. ഒരു നിമിഷം നമ്മൾ സുഖമായി ജീവിക്കുന്നു, അടുത്ത നിമിഷം അപ്രതീക്ഷിതമായൊരു സംഭവം. അത് പെട്ടെന്നുള്ളൊരു മെഡിക്കൽ ബില്ലാവാം, നമ്മുടെ വാഹനത്തിന് വരുന്ന ഒരു റിപ്പയർ ആവാം, അതുമല്ലെങ്കിൽ ഇതുപോലെ ജോലി നഷ്ടപ്പെടുന്നതും ആകാം. ചിലപ്പോഴൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യാതൊരു സേവിങ്സും ഇല്ലാതെ കടങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങളിൽ നിങ്ങളെ താങ്ങി നിർത്തുന്നത് എന്താണ് നിങ്ങളുടെ രക്ഷാവലയം? നമസ്കാരം, ഞാൻ അരുൺ. മണി ആൻഡ് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും കുറച്ച് മാസത്തേക്ക് വരുമാനം ലഭിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്ന സാമ്പത്തിക ഭദ്രതയെ ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ളൂ. ഈ മസാല റേറ്റിൽ പെട്ടുകൂടാ. ഇതുപോലെ ചിന്തിക്കുന്നവര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട്? പേരിൽ തന്നെയുണ്ട്, ഫണ്ട് ഫോർ എമർജൻസീസ്. ലളിതമായി പറഞ്ഞാൽ, പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തുക, അതാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ടിന്റെ ഒരേ ഒരു ലക്ഷ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഒരു രക്ഷാവലയം തീർക്കുക എന്നതാണ്. എമർജൻസി ഫണ്ട് ഒരു സമ്പാദ്യം മാത്രമല്ല, ഇത് മനസ്സമാധാനമാണ്. ഉറുമ്പിന്റെയും പുൽച്ചാടിയുടെയും ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? മഴക്കാലത്തേക്ക് അരിമണി സൂക്ഷിച്ചു വെക്കുന്ന ഉറുമ്പിന്റെ കഥ. അതുപോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ ജീവിതത്തിൽ വരുവാണെങ്കിൽ അതിനെ അതിജീവിക്കുന്നതിനുള്ള ഒരു ഫണ്ട് നിങ്ങൾ മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള തുക നിങ്ങൾക്ക് പിൻവലിക്കേണ്ടതായിട്ട് വരും. അതുമല്ലെങ്കിൽ മറ്റുള്ളവർ അടുത്ത് പോയിട്ട് കാശ് കടം ചോദിക്കേണ്ടതായിട്ട് വരും. എടാ, ഒരു 20,000 രൂപ എടുക്കാണ്ടാവോ? അത്യാവശ്യം അർജന്റാ. ഒരു 2 മാസത്തിനുള്ളിൽ എന്തായാലും മറിച്ചു തരാൻ പറ്റുമോ നോക്കാടോ. എങ്ങനെയാണ് ഒരു എമർജൻസി ഫണ്ട് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഒരു മാസത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത വ്യക്തിപരമായതും വീട്ടാവശ്യത്തിനുള്ളതുമായ എല്ലാ ചെലവുകളും
എല്ലാ മാസവും നിങ്ങൾ നിർബന്ധമായും അടയ്ക്കേണ്ടി വരുന്ന ലോൺ EMI, ഇൻഷുറൻസ് പ്രീമിയം, മക്കളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള ചെലവുകളെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതി വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു കണക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മാസം ജീവിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ടാകും. എമർജൻസി ഫണ്ടിനെ കുറിച്ച് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഒരു എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ഒരു മാസം നമുക്ക് എത്ര രൂപ വേണം. ലോൺ അടവുകളും എക്സ്പെൻസും ഒക്കെ ചേർത്തിട്ടുള്ള എമൗണ്ട് ലിക്വിഡായിട്ട് ഒരിടത്ത് കീപ്പ് ചെയ്യണം. ഒരു 6 മാസം സപ്പോസ് എനിക്ക് ഇൻകം ഒന്നുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ തുക. നിങ്ങളുടെ ഒരു മാസത്തെ ആകെ ചെലവുകളുടെ തുകയെ 3 മാസവുമായി അല്ലെങ്കിൽ 6 മാസവുമായി ഗുണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര രൂപയുടെ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മാസം വരുന്ന ആകെ ചെലവ് 15,000 രൂപയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ടാണ് ബിൽഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ 15,000-നെ 6മായി ഗുണിച്ചാൽ നിങ്ങൾക്കൊരു സംഖ്യ ലഭിക്കും. അതായിരിക്കും നിങ്ങളുടെ എമർജൻസി ഫണ്ട്. എങ്ങനെയാണ് എമർജൻസി ഫണ്ടിനുള്ള തുക ശേഖരിക്കേണ്ടത്? എമർജൻസി ഫണ്ടായി എത്ര രൂപ വേണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ടാർഗറ്റിൽ എത്തുന്നത് വരെ നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നിങ്ങൾ കൃത്യമായി മാറ്റിവെക്കുക. അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കുകയും വിലയുള്ളതും എന്നാൽ ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ വിറ്റൊഴിവാക്കിയും ജോലിയിൽ നിന്നുള്ള ഒരു വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചുമെല്ലാം നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിനുള്ള ഒരു തുക ശേഖരിക്കാവുന്നതാണ്. എമർജൻസി ഫണ്ട് എന്ന ലക്ഷ്യസംഖ്യ കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. ഓരോ മാസവും ചെറിയ തുകയാണെങ്കിലും കൃത്യമായി മാറ്റിവെക്കാൻ ആരംഭിക്കുക എന്നതാണ് പ്രധാനം. എമർജൻസി ഫണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഈ തുകയെ 3ആയി തരംതിരിച്ച് നമുക്ക് മാറ്റിവെക്കാം. 70% ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാവുന്നതാണ്. 20% നമ്മുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിലും 10% വീട്ടിൽ സുരക്ഷിതമായും സൂക്ഷിക്കാം. എമർജൻസി ഫണ്ടിനെ ഒരു നിക്ഷേപത്തിനേക്കാൾ ഉപരി ഒരു പ്രൊട്ടക്ഷൻ ഫണ്ടായിട്ട് വേണം നമ്മൾ കാണാൻ. ഇനി ഇങ്ങനെ സേവ് ചെയ്യുന്ന തുക ഉപയോഗിച്ച് ഒരു ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ യാത്ര പോകാനോ ശ്രമിക്കരുത്. എമർജൻസി ഫണ്ട് എന്നത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. ഓർമ്മയുണ്ടല്ലോ കൊറോണ കാലവും ലോക്ക്ഡൗൺ കാലവും എല്ലാം. അങ്ങനെ ഒരു കാലം ഇനിയും വരാതിരിക്കട്ടെ. എന്നിരുന്നാലും ഞാൻ മുൻപ് പറഞ്ഞത് ഓർമ്മയില്ലേ, ജീവിതം പ്രവചനാതീതമാണ്. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബമൊക്കെ അല്ലേ. കഷ്ടകാലത്തിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ സാമ്പത്തികമായി ബാധിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഭാവിയിൽ അങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെ നേരിടാൻ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ മുതൽ തയ്യാറെടുത്തുകൂടാ? അടുത്ത തവണ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് അരുൺ സൈനിങ് ഓഫ്. പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.